മിസ്റ്റർ ബോർ പുതിയ പരീക്ഷണത്തിൽ പുതിയ യന്ത്രം കണ്ടുപിടിച്ചടാ ജോറേ. ഫ്രോഗ് ക്യാപ്സൂൾ. ഇത് തിന്നാൽ തവളയുടെ ശബ്ദം കിട്ടും. സംഗതി കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് എന്താ ഗുണം? അത് ഒരു ഗുണവുമില്ല, വെറും തമാശ. ഹിഹി. എങ്കിലും ഓക്കെ. ഫ്രോഗ് ക്യാപ്സൂൾ ഒന്ന് പരീക്ഷിച്ചാലോ ജോറേ? ഹിഹി. അച്ഛൻ തന്നെ ഒരെണ്ണം കഴിച്ചു നോക്ക്. പോടാ ദ്രോഹി, വല്ല പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുക്കാം. ഒരെണ്ണത്തിന് കാണാനില്ലല്ലോ. നോക്കാമെന്നേ. കാടെത്താറായി. ദാ അവിടെ ഒരു വീട്. അതിനകത്താരെങ്കിലും കാണും. ശരിയാ. ഹോ, വല്ലാത്ത കാറ്റ്. അയ്യോ, കാറിന്റെ കൺട്രോൾ കിട്ടുന്നില്ല. അയ്യോ, മോനെ ജോറേ, അച്ഛാ, അയ്യോ മോനേ. എത്ര നേരം ബോധമറ്റ് കിടന്നുവെന്ന് ബോറിന് ഓർമ്മയില്ല. കാതടപ്പിക്കുന്ന ആ ശബ്ദം കേട്ടാണ് ബോർ ഉണർന്നത്. അയ്യോ, മറ്റു ചിലർ കൂടി ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഹി, അത് ശരി. ഹി, നിൽക്കവിടെ. ഇങ്ങനെ ഒരു ഭീകര സംഭവം കണ്ടിട്ട് ചിരിക്കുന്നു. അതിനർത്ഥം നിങ്ങൾക്കിതിലെന്തോ പങ്കുണ്ടെന്നല്ലേ? ഹഹ, എനിക്കോ? ഇതൊക്കെ ആ കുട്ടൂസന്റെ സൂത്രമായിരിക്കും. കണ്ടാലറിയാം. കുട്ടൂസനോ? അതാരാ? കുട്ടൂസനെ അറിയില്ലേ? പ്രശസ്ത മന്ത്രവാദിയാ. വാദിയായാലും പ്രതിയായാലും എൻ്റെ മോനെ രക്ഷിച്ചേ പറ്റൂ. ഏത്? ആ തവള വീട്ടിലേക്ക് പറന്നു കയറിയ പയ്യനെയോ? എൻ്റെ മോനെ രക്ഷിച്ചില്ലെങ്കിൽ സകലതിനെ ഞാൻ കോടതി കയറ്റും. ആ, സത്യമായിട്ടും എനിക്കറിയില്ല. കുട്ടൂസനും ലുട്ടാപ്പിയും കൂടി ഒപ്പിക്കുന്ന പണിയാ. കുട്ടൂസൻ, ലുട്ടാപ്പി, ആരാ ഇവരൊക്കെ? പറഞ്ഞില്ലേ, കുട്ടൂസൻ എന്നെപ്പോലെ ഒരു മന്ത്രവാദി. ലുട്ടാപ്പി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തനോ? ചേടാ, അതും കേട്ടിട്ടില്ലേ? ആ, ദാ ഇവനൊരു ചാത്തന, മായാവി. ലുട്ടാപ്പി വേറൊരു ചാത്തന, തീയൊക്കെ ഊതുന്ന ഒരു മണ്ടൻ. അയ്യോ, തീ ഊതുന്ന ചാത്തനോ? ഒരു ചുവന്ന മുട്ടത്തലയനാണോ? ഹഹ, അവൻ തന്നെ ലുട്ടാപ്പി. കണ്ടോ, ഇപ്പൊ വിശ്വാസമായില്ലേ? ലുട്ടാപ്പിയെ നേരിട്ട് കണ്ടവനുണ്ട്. ഹിഹി. ആ ചാത്തനെ അപ്പൂപ്പനെ ഞാൻ കണ്ടു. അവരെ രാക്ഷസ വീട് വിഴുങ്ങുന്നതും ഞാൻ കണ്ടു. എൻ്റെ കൂട്ടുകാരനെ വിഴുങ്ങി. അവരെ വിഴുങ്ങിയോ? ചതിച്ചു. എങ്കിലിത് കുഴപ്പമാ. അയ്യോ. അതേസമയം രാക്ഷസ വീട്. കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിന് നേരെയായിരുന്നു രാക്ഷസ വീടിന്റെ യാത്ര. പൂക്കിളിപുരം എന്ന ഗ്രാമത്തിന് നേരെ. ശിക്കാരി സീരിയസ് ആയി വിമാനമുണ്ടാക്കുകയായിരുന്നു. ഹിഹി. ശിക്കാരി. അയ്യോ, മണ്ടന്മാരെത്തി. ശിക്കാരി, കരടി ഇറങ്ങി. അത് പറയാനാണോ ഈ കഴുത ഇറങ്ങിയത്? ഓടിയേക്കാം. ചേടാ, ഞാൻ എന്തിനാ ഇതും പിടിച്ചോണ്ട് ഓടുന്നത്? ദേ, ശിക്കാരി വിമാനം പറത്തി. എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഉണ്ടടാ, ഉണ്ട്. ശിക്കാരി കണ്ടില്ല, പക്ഷേ വിമാനം കണ്ടു. അയ്യോ, കരടി. ശിക്കാരിക്ക് പേടിയോ? പേടി അഭിനയിക്കുന്നതാ കരടിയെ പറ്റിക്കാൻ. ഹിഹി. കരടി മുന്നോട്ടടുത്തു. എന്നാൽ പേടിച്ചു മരവിച്ച ശിക്കാരി അനങ്ങിയില്ല. പൊടുന്നനെ രാക്ഷസ വീട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. രാക്ഷസ വീട് അടുത്ത ചാട്ടം ചാടിയപ്പോൾ ശിക്കാരിയും കരടിയും അവിടെ ഇല്ലായിരുന്നു. ശിക്കാരിക്ക് എന്താ എന്താ സംഭവിച്ചത്? ശിക്കാരി കടലാസ് വിമാനം പറത്തിയത് ഇതിനാ, ആ വിമാന വീട് വരുത്താൻ. ആദ്യം വിമാനം പറത്തി കരടിയെ കാണിച്ചു കൊടുത്തു. വിമാന വീട് കൃത്യമായി പറന്നു വന്ന് കരടിയെ പൊക്കി. പാവം ശിക്കാരിക്ക് യഥാർത്ഥത്തിൽ എന്തു പറ്റിയെന്നറിയാതെ അവർ ആർത്തു വിളിച്ചു, വിമാന വീട് ശിക്കാരിക്ക്. ഒരുപക്ഷെ ശിക്കാരി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അവർ അറിഞ്ഞില്ല.